ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിൽ നിന്ന് കൂടുതൽ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം SIT ആവശ്യപ്പെട്ടു. 1998-99 കാലത്തെ സ്വർണം പൊതിയലുമായി ബന്ധപ്പെട്ട രേഖകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടെ ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി തെളിവെടുക്കുമെന്ന വിവരം ലഭിക്കുന്നു. ഷബീദ് റാവുത്തർ ഈ വാർത്ത കൂടുതൽ വെളിപ്പെടുത്തലുമായി നമുക്കൊപ്പം ചേർന്ന് ഷബീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. ഷബീദ്, ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം നടത്തിയ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. ലേറ്റസ്റ്റായി അമ്പത്തൂരിലേക്ക് ഈ മനുഷ്യന്റെ യാത്ര എന്നാണ് SITക്കൊപ്പം? വെരി ഗുഡ് മോർണിംഗ്. എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പത്തൂർ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്കുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ യാത്ര ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം അത്രമാത്രം പ്രാധാന്യം ഈ കേസിന്റെ തുടരന്വേഷണത്തിൽ ഈ തെളിവെടുപ്പിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് ഇത് നിർത്തിയത് ഈ കേസിലെ രണ്ടാം പ്രതിയും മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ റിമാൻഡിലുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നിലവിൽ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അടുത്ത ഘട്ടം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം എത്തി ഇവിടെ നിന്ന് 2019 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലെ തെളിവെടുപ്പാണ്. ആ തെളിവെടുപ്പിന് വേണ്ടി ഇന്നോ നാളെയോ ചെന്നൈയിലേക്ക് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷേ ഇന്ന് തന്നെ ആ തെളിവെടുപ്പ് ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ച് ആ തെളിവെടുപ്പ് നടത്തും. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നേരത്തെ രേഖാപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയപ്പോൾ പല രേഖകളും സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ല എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. പ്രത്യേകിച്ച് 2019 ഓഗസ്റ്റ് 29 തീയതിയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ആ പാളി അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുന്നത്. അതിന് മുൻപ് എത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അവിടെ എത്തിയെങ്കിൽ അവിടെയാണോ കൃത്യമായി ഈ സ്വർണം വേർതിരിക്കുന്ന പ്രക്രിയകൾ നടന്നത്? അങ്ങനെയാണെങ്കിൽ അത് ആര് നടത്തി? മറ്റൊരു സംസ്ഥാനത്തു നിന്ന് ഒരാളെ ഈ പ്രോസസ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള രേഖകളുണ്ടോ? ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ എത്രമാത്രം സ്വർണം അവിടെ വിനിയോഗിച്ചു? ഈ എക്സ്ട്രാക്ട് ചെയ്ത സ്വർണത്തിൽ എത്രമാത്രം ആർക്കൊക്കെ കൊടുത്തുവിട്ടു എന്നൊക്കെയുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം അതല്ലെങ്കിൽ അത് കണ്ടെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ചെന്നൈക്ക് പിന്നാലെ ബാംഗ്ലൂരിലും വളരെ പ്രധാനപ്പെട്ട തെളിവെടുപ്പ് ഉണ്ടാകും. അതേസമയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിനോട് കൂടുതൽ രേഖകൾ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1998-99 കാലയളവിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടും മറ്റു ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ശേഖരിക്കാൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. മാത്രമല്ല പല രേഖകളും കാണാനില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിൽ ദുരൂഹതകളുടെ കൂടുതൽ ചുരുളുകൾ അഴിയും. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ടുള്ള ഒരുപാട് ബ്രേക്കിംഗ് വാർത്തകൾ തന്നത് ഷബീദാണ്. താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.